ഇസ്രായേലിൻ്റെ തന്നെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള കേർട്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേൽ യുദ്ധം ജയിച്ചു എന്നും ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തി എന്നുമാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്നാൽ യുദ്ധം ജയിച്ചു എന്ന് പറയുമ്പോൾ റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് റീസെൻ്റായിട്ട് തന്നെ ഇസ്രായേലിൽ നടന്ന 2 സംഭവങ്ങളാണ്. അത് വടക്കൻ ഗസയിൽ നിന്നാണ് വരുന്നത്. ഈ റീസെൻ്റായിട്ട് തന്നെ ഒരു ഏറ്റുമുട്ടലിൽ ഇസ്രായേലിൻ്റെ 4 സൈനികരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ മിസൈൽ അറ്റാക്കിൽ 2 പേരും അത് ഇസ്രായേലിൻ്റെ തന്നെ നഗരമായിട്ടുള്ള നഹറിയയിലാണ് മരിച്ചിരിക്കുന്നത്. റീസെൻ്റ്ലി നടന്ന ഈ ഒരു 2 സംഭവം തന്നെ ഈ ഒരു യുദ്ധം കണ്ടിന്യൂ ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിരവധി അറ്റാക്കുകളാണ് ഇസ്രായേലിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാളും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ തന്നെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ബങ്കറുകളിലാണ് താമസിക്കുന്നത് എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. ഇത്രയധികം സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ ഈ രീതിയിലുള്ളൊരു പ്രസ്താവന, അതായത് യുദ്ധം ജയിച്ചു എന്ന രീതിയിലൊരു പ്രസ്താവന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത് എന്നറിയില്ല. ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള കേർട്സ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ബെഞ്ചമിൻ നെതന്യാഹു, അതായത് ഇസ്രായേലി പ്രൈം മിനിസ്റ്ററുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ഇതിന് മുമ്പ് ഈ ഒരു പ്രസ്താവന നടത്തിയ കേർട്സിന് മുമ്പൊരു ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഗ്യാലൻ്റ് എന്ന് പറഞ്ഞു. ഈ ഗ്യാലൻറ്റിനെ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ കേർട്സിനെ ഡിഫൻസ് മിനിസ്റ്ററായിട്ട് വെച്ചിരിക്കുന്നത്. ഗ്യാലൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ നെതന്യാഹുവുമായിട്ട് ഒത്തുപോകുന്നൊരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റേതായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതിൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു ഗ്യാലൻറ്റിനെ പുറത്താക്കിയത് എന്ന രീതിയിലും വാർത്തകളുണ്ട്. അതിനെ സംബന്ധിച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഈ ഗ്യാലൻറ്റിനെ പുറത്താക്കുന്ന സമയത്ത് നിരവധി പ്രതിഷേധങ്ങളാണ് ഇസ്രായേലിൽ തന്നെ ഉണ്ടായത്. മറ്റൊരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ തന്നെ കിസ്സുഫീം ബോർഡർ ക്രോസിംഗ് ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. അതായത് ഗസയിലേക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിക്കുന്നതിന് തീർച്ചയായിട്ടും ഈ ഒരു ബോർഡർ ക്രോസിംഗ് തുറക്കുന്നത് തീർച്ചയായിട്ടും ഗുണകരമാണ്. തീർച്ചയായിട്ടും ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യം തന്നെയാണ്. അവർക്ക് കൂടുതലായിട്ടുള്ള ഹെൽപ്പ് ഈ ഒരു ബോർഡർ ക്രോസിംഗ് തുറക്കുന്നതോടുകൂടി തന്നെ ലഭിക്കുന്നതാണ്. ഈ ബോർഡർ തുറക്കുന്നതോടുകൂടി തന്നെ ഫുഡ്, വാട്ടർ, മെഡിക്കൽ സപ്ലൈ, അതുപോലെ തന്നെ ഷെൽട്ടർ എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ ഗസയിലേക്ക് കൂടുതലായിട്ട് എത്തിച്ചേരും. മറ്റൊരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടർക്കിയുടെ പ്രസിഡൻ്റായിട്ടുള്ള തയ്യബ് എർദുഗാൻ, അദ്ദേഹം മുസ്ലിം രാജ്യങ്ങളോട് ഇസ്രായേലുമായിട്ടുള്ള വ്യാപാരം അവസാനിപ്പിക്കാനായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ജെറുസലേം പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൗദിയിൽ നടക്കുന്ന ഉച്ചകോടിയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന നിലയിൽ ഇസ്രായേലിനെതിരെ സ്വീകരിക്കാവുന്ന നടപടികൾക്ക് നാം തുടക്കമിടണമെന്നും ടർക്കിഷ് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന അഭിപ്രായമാണ് ഉയർന്നു കേട്ടത്.